ഹായ് മാം, എങ്ങനെയുണ്ട് FFK? FFK നമ്മളല്ല എൻ്റെ ഭാരവാഹികൾ, അപ്പോൾ നല്ലതെന്നല്ലേ നമ്മൾ പറയുള്ളൂ. അല്ല എങ്കിൽ പോലും എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ഒരു ഇങ്ങനെ കുറ്റം പറയാനായിട്ട് സാധാരണ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ അതൊന്നുമില്ല. വർഷം തോറും ആളുകൾ ഇങ്ങനെ കൂടി വരുന്നു, അതിൻ്റെ ഒരു സന്തോഷം. IFKയിൽ തുടർന്ന് വരുന്ന സിനിമകൾ, അതായത് ഓരോ വർഷം വരുന്ന സിനിമകൾ, ആ സിനിമകളെ എങ്ങനെ വിലയിരുത്തുന്നത്? അതിൻ്റെ മികച്ചതാക്കുന്നുണ്ടോ ഓരോ വർഷം നമ്മുടെ സിനിമകൾ ഡെവലപ്പ്? നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന സിനിമകളാണല്ലോ, അത് തിരഞ്ഞെടുക്കാനാണല്ലോ ജൂറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ അത് വരുന്നത് ഏകദേശം ഓരോ വിഭാഗത്തിലും 200, 300, 400 സിനിമകളാണ് ഓരോ വിഭാഗത്തിലും വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ 100, 120, 90, 50 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ദി ബെസ്റ്റ് നോക്കിയാണല്ലോ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ IFFKയിൽ ഇപ്പോൾ ഒരു പരിധി വരെ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആളുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ സിനിമയുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ അവർ അത് അറിയുന്നത്, അല്ലെങ്കിൽ സിനിമയെ പറ്റിയൊക്കെ അറിയുന്നത് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് സിനിമയെ പറ്റി അറിയുന്നുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമ ഒരുപാട് പേരെ പല രീതിയിലും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റും, പിന്നെ അവരുടെ, എനിക്ക് തോന്നുന്നു പലരും ഇതൊരു പഠനമായിട്ട് എടുക്കുന്നുണ്ട്. കുറേ പേര് ഇതൊരു പഠനമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു എൻജോയ്മെൻറ്റ്, സിനിമ കാണുക, ആസ്വദിക്കുക എന്ന് മാത്രം, അല്ല അതിനപ്പുറം ഒന്നുമില്ല. അത് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ വേൾഡ് സിനിമകളും ചിലപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ കാണാനുള്ള സൗകര്യമുണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു അവസരമാണ് ഈ 7 ദിവസം. അങ്ങനെയുള്ളവരാണ് ഓടി നടന്ന് എല്ലാ തിയേറ്ററിലും പോയി ശരിക്കും സിനിമ കാണുന്നത്. കറക്റ്റായിട്ട് അവരതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് റിസർവ് ചെയ്ത് നേരത്തെ പോയി ഇരുന്ന് ബഹളങ്ങളൊന്നും ഇല്ലാതെ കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. മാം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ വർഷം 3 or 4 സിനിമയെ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ ഭാരവാഹികളായതുകൊണ്ട് നമ്മൾ പൊതുവേ നമുക്ക് സിനിമ കാണാൻ സമയം കിട്ടാറില്ല. എങ്കിലും ആ 4 സിനിമയിലാണ് എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടത് ആക്ച്വലി ആദ്യത്തെ 2 ദിവസമാണ് ഞാൻ കണ്ടത്. പിന്നെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ, പിന്നെ ഞാൻ വിചാരിച്ചു കുറേ സിനിമകൾ ഞാൻ OTTയിൽ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും സാരമില്ല, ഇവിടെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഭാരവാഹിയാണ്, നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സീറ്റ് അവരെന്തായാലും ഇടും. അപ്പോൾ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും. വേണ്ട, നമ്മൾ മാറി നിൽക്കാം. നമ്മൾ പിന്നെ നമ്മളൊക്കെ ഇതൊക്കെ സെലക്ഷൻ ടൈമിലൊക്കെ ഞാൻ പലപ്പോഴും സെലക്ഷനിൽ ജൂറിയായി ഇരുന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ കാണാറുണ്ട്.